മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ തിരുനാവായയിൽ ആരംഭിച്ചു. 18-ന് ചടങ്ങുകൾ പൂർത്തിയാകും. തുടർന്ന് 19-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിന്റെ കുംഭമേളയ്ക്ക് കൊടിയുയർത്തും. അതേസമയം കുംഭമേളയ്ക്ക് ജില്ലാ കളക്ടർ അനുമതി നൽകിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുനരാരംഭിച്ചു. ഇന്ന് രാവിലെയാണ് കുംഭമേളയോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ തിരുനാവായയിൽ ആരംഭിച്ചത്. മഹാമാഘത്തിന്റെ ദീപപ്രോജ്വലത്തിന് ശേഷം ആചാര്യൻ ഐനിപ്പുള്ളി വൈശാഖിന്റെ കാർമ്മികത്വത്തിൽ പിതൃക്രിയാ പദ്ധതിയിലെ ആദ്യ ക്രിയയായ വീരസാധന ക്രിയ ആരംഭിച്ചു. 5 കാലങ്ങളിലായുള്ള ക്രിയയിലൂടെ പിതൃക്കൾക്ക് മോക്ഷവും വരും തലമുറയ്ക്ക് പുണ്യവും ലഭിക്കും. ഇന്ന് നടക്കുന്ന ക്രിയ പിതൃക്കൾക്ക് പ്രാധാന്യം ഉള്ള ക്രിയകളാണ്. ദേവീ പൂജ ആയതുകൊണ്ട് പിതൃക്കൾക്കും മാത്രമല്ല ഭാവിയിലുള്ള ജനങ്ങൾക്കും പുണ്യം നേടുവാൻ വേണ്ടി ഉള്ള ക്രിയകളാണ് ഇവിടെ നടക്കുന്നത്. 5 കാലങ്ങളിലായിട്ടാണ് ക്രിയകൾ നടക്കുന്നത്. ആദ്യത്തെ 2 പൂജ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രിയായിട്ട് 3 കാലങ്ങളും കൂടി ബാക്കിയുണ്ട്. 18-ന് മൗനി അമാവാസി വരെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ തുടരും. 19-നാണ് കുംഭമേളയ്ക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ കൊടി ഉയർത്തുക. ഫെബ്രുവരി 3 മകം നക്ഷത്രം വരെയാണ് മേള നടക്കുന്നത്. പ്രയാഗിലും മറ്റും കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്ന നാഗസന്യാസിമാരുടെ സമൂഹമായ ജുന അഗാഡയാണ് തിരുനാവായയിലെയും മേള നടത്തുന്നത്. അതേസമയം കുംഭമേളയ്ക്ക് ജില്ലാ കളക്ടർ അനുമതി നൽകിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ഭാരതപ്പുഴയിൽ താൽക്കാലിക പാലത്തിന്റെയും സ്നാനഘട്ടുകളുടെയും ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ജനം, മലപ്പുറം.